കവചപ്രാശം നമ്മളെ ഏറ്റവും നമ്മളെ ഈ ഈ ബിസിനസ്സിൽ ഏറ്റവും നമ്മുടെ കാതലായ ഒരു ഉൽപ്പന്നമാണ് കവചപ്രാശം. ആ കവചപ്രാശം എന്ന പ്രൊഡക്റ്റ് എന്റെ വീട്ടിൽ കൊണ്ടുവച്ചപ്പോൾ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ ഞാൻ ആ പ്രൊഡക്റ്റ് ഉള്ളിലേക്ക് കഴിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കഴിക്കാൻ താല്പര്യമില്ലായിരുന്നു. വീട്ടിലാരെങ്കിലും പേസ്റ്റും സോപ്പും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഉപയോഗിക്കുകയും ഈ രണ്ട് ഉൽപ്പന്നം 95 എന്ന ഹെൽത്ത് ഡ്രിങ്കും കവചപ്രാശം എന്ന സാധനം പവിത്ര സാറോട് ഞാൻ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ തിരിച്ചെടുത്തിട്ട് അതിന് പകരം എനിക്ക് പേസ്റ്റും സോപ്പും തന്നെ തന്നേക്കെന്ന് പറഞ്ഞു. എങ്കിലും ഒരു ദിവസം സാറ് എന്നോട് പറഞ്ഞു, ഞാൻ തിരിച്ചെടുക്കാം, ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പം വീട്ടിൽ വന്നപ്പോൾ വൈഫ് ഉണ്ടായിരുന്നു. വൈഫിനോട് പ്രൊഡക്റ്റ് ആവശ്യപ്പെട്ട് വേഗം എടുത്തു കൊടുത്തപ്പോൾ തന്നെ കവചപ്രാശത്തിന്റെ അടപ്പ് തുറന്ന് അതിന്റെ സീലങ്ങ് പൊളിച്ചു കളഞ്ഞു. ഒരു സ്പൂൺ എടുത്തുകൊണ്ട് വന്നിട്ട് സ്പൂൺ കൊണ്ട് കോരി സാറ് കുറച്ചും കഴിച്ചിട്ട് പറഞ്ഞു, ഇനി എല്ലാവരും കഴിച്ചോളൂ, പിന്നെ അവിടെ വെച്ച് പിന്നെയും പോയി. പിന്നീട് പ്രൊഡക്റ്റ് നമ്മൾ മനസ്സിലോടെ പണം പോയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനും വൈഫും കൂടി കഴിച്ച് കുട്ടിയൊക്കെ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അവളോട് കുട്ടിയൊക്കെ കൊടുക്കണ്ട, എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് പറഞ്ഞിട്ട് ഞാനും വൈഫും കൂടി കുറച്ച് കഴിക്കാൻ തുടങ്ങി. എൻ്റെ വൈഫിനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇൻഹീലർ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇൻഹീലർ ശ്വാസം മുട്ടലിന്റെ തടസ്സമായിട്ട് ഇൻഹീലർ ഡെയിലി യൂസ് ചെയ്യണം. കാരണം ഏത് സമയത്താണ് ഈ ശ്വാസം മുട്ടലിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് സമയത്ത് വരുന്നോ ഏത് സമയത്ത് പോകുന്നു എന്നും പറയാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു പൊടി അലർജി ആയിട്ട് വരുമ്പോൾ ആ സമയത്ത് ശ്വാസം മുട്ടും. ഒന്നുകിൽ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ആവി പിടിപ്പിക്കുക, അതുപോലത്തെ സംവിധാനങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഇൻഹീലർ ഉപയോഗിക്കണം. ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ഇരിക്കുന്ന അവസ്ഥയിലായിരുന്നു ഈ പ്രൊഡക്റ്റ് ഞങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയത്. ഉപയോഗിച്ചപ്പോൾ ഈ പ്രൊഡക്റ്റിന് ഗുണം അറിഞ്ഞിട്ടോ അല്ലെ ഇത് ഇന്ന പ്രൊഡക്റ്റാണെന്ന് അറിഞ്ഞിട്ടോ ഒന്നുമല്ല, അയാൾ തന്ന ഉൽപ്പന്നം നമ്മൾ പണം കൊടുത്ത് വാങ്ങിച്ചതല്ലേ എന്ന് വിചാരിച്ച് മാത്രം ഉപയോഗിച്ചതാണ്. പിന്നീട് ഞാൻ വൈഫും ഏകദേശം കഴിച്ച് പകുതിയായ സമയത്താണ് വൈഫ് എന്നോട് പറയുന്നത്, എന്റെ നെഞ്ചിനുള്ളൊരു കനം കുറഞ്ഞതുപോലെ ഉണ്ട്, അത് കഴിച്ചിട്ടാന്നൊക്കെ പറയാനാവൂല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ തന്നെ കഴിച്ച ബാക്കിയും കൂടി എന്നാണ്, എന്തെങ്കിലും ഗുണം കിട്ടുന്നതാണെങ്കിൽ നീ തന്നെ കഴിച്ച് അതിന് ഗുണം കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞ് അവളോട് കഴിക്കാൻ പറഞ്ഞു. ബാക്കി വരുന്നത് തീർത്തും അവൾ തന്നെയാണ് കഴിച്ചത്. ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മാസം ആയിട്ടുണ്ടാവുന്ന തോന്നുന്നു. അതിനിടക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് എന്തോ ഒരു മാറ്റം പോലെ ഉണ്ടെന്ന്, അത് കഴിച്ചുകൊണ്ടാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ഒരെണ്ണം കൂടി വാങ്ങിച്ചുകൊണ്ടിരാം. ഞാൻ പവിത്ര സാറ് വീട്ടിൽ പോയി ഈ പ്രൊഡക്റ്റ് വേറൊരാക്കാന്ന് പറഞ്ഞാൽ വാങ്ങിച്ചത്. വേറൊരാൾക്ക് ഇങ്ങനത്തെ സാധനം കൊടുക്കാനുണ്ട്, ഒന്ന് തരുമോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ആദ്യം തന്നത് 1275 രണ്ടാമത് എനിക്ക് ആൾ തന്നത് 1000 രൂപക്കാണ്. അപ്പൊ ആ പ്രൊഡക്റ്റ് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് രണ്ടാമത്തത് മുഴുവൻ അവൾ ഒറ്റയ്ക്ക് തന്നെയാണ് കഴിച്ചത്. അതിന്റെ കൂട്ടത്തിൽ കുട്ടികൾക്കൊക്കെ പിന്നെ കൊടുക്കാനുള്ള നമുക്കൊരു കോൺഫിഡന്റ് വന്നിട്ടുണ്ട്, കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. കുറച്ചാ കൊടുത്തിട്ടുള്ളൂ, അധികമായിട്ടൊന്നും കൊടുത്തിട്ടില്ല. എപ്പോഴെങ്കിലും ഒന്ന് സാമ്പിൾ കൊടുക്കാൻ പോലെ ഒന്ന് കൊടുത്തു മാത്രമേ ഉള്ളൂ. അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഈ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ഈ അലർജി എന്ന പ്രശ്നം ഇവക്ക് മാറാൻ സാധ്യത വളരെ കുറവാണ്. കാരണം വീടിന് പുറത്തുള്ള പൊടികളല്ല അലർജി, വീടിന്റെ ഉള്ളിലെ പൊടികൾ അലർജി. വീടിന്റെ ഉള്ളിലെ പൊടികൾ എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്ത് ഒരു സിമെന്റ് പൊടിയോ അല്ലെങ്കിൽ മണ്ണോ അല്ലെങ്കിൽ മറ്റുള്ള എന്ത് പൊടി അലർജി ആയിട്ടില്ല. വീട്ടിന്റെ ഉള്ളിൽ നമ്മളെ ഒരു ബെഡ്ഷീറ്റ് മാറ്റാൻ എടുത്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മുടെ കർട്ടൻ ഒന്ന് ഇളക്കി കഴിഞ്ഞാലോ മറ്റുള്ള വീടുകളിൽ പോയാലും ഇതേ അനുഭവം തന്നെ. അവിടുത്തെ കർട്ടനായിട്ട് ഒന്ന് ഇളകിപ്പോയാലും അതിന്റെ അടുത്തങ്ങനെ നിൽക്കുന്നെങ്കിൽ ആ സമയത്ത് പോകണം അവിടെ നിന്ന്. തിരിച്ചു വന്ന് വീട്ടിൽ വന്ന് വീണ്ടും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കാണിച്ച് ആവി പിടിച്ച് വീട്ടിലേക്ക് പോരുക. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്തായിരുന്നു ഈ ഒരു പ്രൊഡക്റ്റ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു അതിഥി എന്ന് പറയാം, അങ്ങനെ കടന്നു വന്നതാണ്. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയ ഒരു പ്രൊഡക്റ്റാണ് കവചപ്രാശം. ഇന്ന് അലർജി അത് സംബന്ധമായ ഒരു പ്രശ്നവും അവൾക്കില്ല. ഈ പ്രശ്നത്തെ പറ്റി ഞാൻ ചുരുക്കി പറഞ്ഞാണ്, ഒരുപാട് പറയാനുണ്ട്, എങ്കിലും ഞാൻ വളരെ ചുരുക്കി നിങ്ങളോട് മുമ്പിൽ പറഞ്ഞു വെച്ചാൽ അത്രക്കും പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് കവചപ്രാശം.